ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമ്മളൊരു ഓഡിയോ പോഡ്കാസ്റ്റ് ആണ്. സ്ഥലത്തില്ലാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും നമുക്ക് മാർക്കറ്റ് ന്യൂസിലേക്കൊക്കെ കടക്കാം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് IT സെക്ടറും FMCG സെക്ടറിൻ്റെയും ഉയർന്ന ഒരു നിലയിൽ നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എന്നാൽ ഓട്ടോയും ഫാർമോ സെക്ടർ തുടങ്ങിയ സെക്ടേഴ്സ് റെഡിൽ അവസാനിപ്പിച്ചു. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് റേറ്റിംഗ് ഏജൻസി അദാനി ഗ്രൂപ്പിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി, മൂഡീസ് എന്ന് പറയുന്ന വളരെ പ്രമുഖരായിട്ടുള്ള 2 റേറ്റിംഗ് ഏജൻസീസാണ് അദാനി ഗ്രൂപ്പിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത്. FIs വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ ബയേഴ്സായിട്ട് തിരികെ എത്തി എന്നുള്ളതാണ് അടുത്ത ന്യൂസ്. 38 ട്രേഡിംഗ് ഡേയ്സിന് ശേഷമാണ് FIs ആദ്യത്തെ ദിവസം ഏകദേശം ഒരു 9,100 കോടി രൂപയുടെ ബൈയിങ് കണ്ടായിരുന്നു. ഇന്നലെ 1,157 കോടി രൂപയുടെ ബൈയിങ് കണ്ടു. അപ്പോൾ ആദ്യ ദിവസം, അതായത് 9,100 സംതിങ് CRൻ്റെ ബൈയിങ് കണ്ടപ്പോൾ നമ്മൾ മോർഗൻ സ്റ്റാൻലി ആ ഒരു വെയിറ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നത് കൊണ്ട് HDFC ബാങ്കിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ ആണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു. എന്നാൽ അവർ ആക്ച്വൽ ബയേഴ്സ് തന്നെയായി. ഇന്നലെ അവർ 1,157 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും ബയേഴ്സായിട്ട് തിരികെ എത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 92,000, 1 ലക്ഷം ടച്ച് ചെയ്ത ബിറ്റ്കോയിൻ ഏകദേശം ഒരു $8,000 ഇടിഞ്ഞു. അതിന് താഴെ ബ്രന്റ് ഓയിലാണ് $72 പെർ ബാരൽ. തൊട്ട് താഴെ മൂന്നാമതായിട്ട് ടോപ്പ് ചെയ്ത് $2,631 കൂടിയിട്ട് ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ട്രേഡ് ചെയ്യുന്നത് $2,631 ഇന്ത്യ വിക്സ് ഇന്നലെ സ്ലൈറ്റ്ലി ഇടിഞ്ഞ് 15.22. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 160 പോയിന്റിന്റെ ഇടിവോട് കൂടിയിട്ടും AX200 ഓസ്ട്രേലിയ 42 പോയിന്റിന്റെ പോസിറ്റീവായിട്ടും കോസ്പി കൊറിയ, ഷാങ്ഹായ്, ചൈന തുടങ്ങിയ മാർക്കറ്റുകൾ, ഏഷ്യൻ മാർക്കറ്റുകൾ റെഡാണ്. FTSE CSE 40 ഡാക്സ് ഇന്നലെ ക്ലോസ് ആയ 3 യൂറോപ്യൻ മാർക്കറ്റും റെഡാണ്. എന്നാൽ ഡോയും നാസ്ഡാക്കും US മാർക്കറ്റ് പോസിറ്റീവ് ആണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവായിരുന്നു. എന്നാൽ HDFCയും ICICI ബാങ്കും റെഡിലടച്ചു. ലയൻസ് GDRൽ പോസിറ്റീവ് ആയപ്പോൾ ഡോക്ടർ റെഡ്ഡി USലെ ADRൽ 1.5% ഇടിവ് കണ്ടു. നമുക്ക് ഇന്നത്തെ എക്സ്പയറി ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ട് ഉള്ളത് 52,200 PCR 1.2 ആണ്. അതായത് പുട്ടിലൊക്കെ 52,000-ലും 51,500-ലും 51,000-ലും ഡീസൻറ്റ് പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട്. കോള് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 52,500 53,000 ഉണ്ട്. മാർക്കറ്റ് റേഞ്ച് ബോണ്ട് ആകുമെന്നൊക്കെയാണ് ഈ ഓപ്ഷൻ റൈറ്റേഴ്സ് കരുതുന്നത് ആസ് പെർ ദിസ് ഡേറ്റ വെച്ചിട്ട്. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം IT കമ്പനിയായിട്ടുള്ള വിപ്രോ ആയിട്ടുള്ള ന്യൂസാണ്. മാർവലായിട്ട് ഇവർ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ബിസിനസ് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അഗർവാൾ ഇൻഡസ്ട്രീസ് കമ്പനി 76 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ആസർ DM ഹെൽത്ത് കെയർ കമ്പനി, ഇവരുടെ ഒരു സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് മഹാരാഷ്ട്രയിൽ ഉള്ള കോലാപ്പൂരിലുള്ള ആസ്റ്റർ ആധാർ ഹോസ്പിറ്റലിനെ ഇവർ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസ്. സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ കമ്പനി മാസ്റ്റർ കാർഡ് ടെക്നോളജി ആയിട്ട് ഇവർ പുതിയ ക്രെഡിറ്റ് കാർഡ് ബിസിനസ് സൈൻ ചെയ്തു. വേദാന്ത കമ്പനി $2 ബില്യൺ സൗദി അറേബ്യയിൽ പുതിയ കോപ്പർ പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. ഒല ഇലക്ട്രിക് കമ്പനി പുതിയ ഇലക്ട്രിക്കൽ സ്കൂട്ടർ, 2 ഇലക്ട്രിക്കൽ സ്കൂട്ടർ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അദാനി ഗ്രീൻ എനർജി കമ്പനി ഇവർ ഒരു ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് പുതിയ പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ലുമാക്സ് ഓട്ടോ ടെക്നോളജി കമ്പനീസ് ഇവർ ഗ്രീൻഫുൾ എനർജി സൊല്യൂഷൻ്റെ മെജോറിറ്റി സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കാൻഫിൻസ് ഹോംസ് 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡാബറിന് 320 കോടി രൂപയുടെ GST ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സൈമൻസ് കമ്പനി ഇവരുടെ Q4 റിസൾട്ട് 45% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി 99 കോടി രൂപയാണ് ഇവർ എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. പതഞ്ജലി ഫുഡ് LIC, പതഞ്ജലി ഫുഡിലുള്ള LICയുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചു. കൊട്ടാക് മഹേന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ പോർട്ട്ഫോളിയോ 4,100 കോടി രൂപ വരത്ത് വരുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടിൻ്റെ പേഴ്സണൽ ലോൺ പോർട്ട്ഫോളിയോ ഈ കൊട്ടക് മഹേന്ദ്ര ബാങ്ക് അക്യൂർ ചെയ്യാനായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം കൊടുത്തു.
സർവേഷർ ഫുഡ് കമ്പനി ഇവർക്ക് റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഓർഡർ ലഭിച്ചു. 44 കോടി രൂപയാണ്. സോട്ട ഹെൽത്ത് കെയർ കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് മ്യാൻമാറിലുള്ള മെഡിസിൻ കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് പറ്റുകയാണെങ്കിൽ പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.